ഹായ് ചേച്ചി, ഞാൻ കുറേ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണിത്. എന്താണെങ്കിലും നിനക്കൊരു കാര്യം അറിയത്തില്ലെന്നുണ്ട്. ഐ തിങ്ക് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന്. ഓക്കെ, സോ ഐ എം ഓൺലി ഡൂയിങ് ദിസ് ബിക്കോസ് ഐ നോ എന്നെക്കാളും നല്ല ഷെഫിനെ എനിക്ക് കിട്ടത്തില്ല. സോ യാ, ലെറ്റ്സ് മേക്ക് എ ഹക്ക നൂഡിൽസ്. ഓക്കെ, നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനം ഏതെങ്കിലും ഒരു ഹക്ക നൂഡിൽസ് എടുക്കുക. ഇവിടെ നമുക്ക് വെജുണ്ട്, നോൺ വെജുണ്ട്. സോ സിൻസ് വി ഹാവ് ടു, ഐ വിൽ ഗോ വിത്ത് എഗ്ഗല്ല വെജ്. അതിൽ നമുക്കൊരിതില്ല, നമുക്ക് ഏതെങ്കിലും നൂഡിൽസ് എടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനം, ഇതിനകത്ത് എൻ്റെ കയ്യിൽ സോയ് സോസുണ്ട്, ചില്ലി സോസുണ്ട്, സോസ് പിന്നെ മയണൈസായ നമുക്ക് ആവശ്യമില്ല. ആൻഡ് എഗ്ഗ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാം, ഒന്നതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മുട്ട, പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വെജീസാണ്. ഓക്കെ, വെജിറ്റബിൾസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള സാധനം നോക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ. ഓക്കെ, ഹിയർ വി ഹാവ് സം ക്യാബേജ്. നമുക്കൊരു ഇച്ചിരി ക്യാബേജ് എടുക്കാം. ദെൻ ക്യാരറ്റ് ഉണ്ടെന്ന് നോക്കുക, കാരണം ക്യാരറ്റും നല്ലതാണ്. ഓക്കെ, കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ സിൻസ് ഐ എം നോട്ട് എ ഫാൻ, ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ദിസ് വീഡിയോ മൈറ്റ് ബി ലെങ്തി, നിനക്ക് വേണമെങ്കിൽ നീ കട്ട് ചെയ്തെടുത്തോ കേട്ടോ. ഓക്കെ, തക്കാളിയും കുക്കുംബറും നീ എടുക്കുന്നില്ല. സോ ബാക്കി ഇല്ലാത്ത നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ തിരിച്ച് കയറി വെക്കാം. ഓക്കെ, എടുത്തു കഴിഞ്ഞ് സോർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, കേസ് നിനക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ സാധനങ്ങൾ മുറിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഈ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഈ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി സൂപ്പർ. കാരണം ബാക്ടീരിയയെല്ലാം പോയി കിട്ടും. എന്താ കുഞ്ഞ്? ഓക്കെ, വെജിറ്റബിൾസ് എല്ലാം നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ എളുപ്പമായിരിക്കും. അധികം ഇതാക്കണ്ട, സ്റ്റിർ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പോലെ ചെറുതായിട്ട്. പിന്നെ ചേച്ചി എന്തെങ്കിലും വർക്കൊക്കെ കഴിഞ്ഞ് ബിസി ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പറഞ്ഞ് നോക്കിയിരിക്കാം. ബൈ ദ വേ, മമ്മി ഇവിടെ ഉണ്ട്. മമ്മി പാത്രം കഴുകുന്നു, സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെ എന്തൊക്കെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആസ് എനിക്ക് വേറെ കൂടെയൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഇരിക്കുന്നുണ്ട്. ഐ തിങ്ക് നീ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചെടുത്തൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാം. ഓക്കെ, ബൈ ദ വേ, ഐ എം നോട്ട് ഹംഗ്രി. ഇത് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ബിക്കോസ് നിനക്കറിയാൻ വേണ്ടിയാണ്. ഓക്കെ, എന്താ അമ്മേ? അധികമൊന്നും വേണമെന്നില്ല, 1-2 വെളുത്തുള്ളി കണ്ടോ, ഇച്ചിരി. അതായത് എനിക്കറിയാം എന്തൊക്കെ കാണത്തില്ലെന്ന്, പക്ഷേ എങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അവിടെ എങ്ങാനും പോകുമ്പോഴത്തേനും ഒരു ചുളായിട്ടാണെങ്കിലും മേടിച്ചാൽ മതി, മനസ്സിലായോ? ആവശ്യത്തിന്. സത്യം പറഞ്ഞാൽ വെളുത്തുള്ളി നല്ലതാണ്. അതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു ക്ലോ അല്ല ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്.
ഏസിയ പോകുന്നില്ല. ഇതും ചെറിയ കുനുകുനയായിട്ട് അറിയുന്നതായിരിക്കും നല്ലത്, കാരണം പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട്. ഷിറ്റ്, ഈ സമയം കൊണ്ട് എനിക്ക് വേവിക്കായില്ലായിരുന്നു നൂഡിൽസ്. ഹായ് ഹായ് പറ. വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഹായ് പറ. ഞാൻ ഈ വീഡിയോ നിന്നെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നത് മാത്രമാണ്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ആദ്യം കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള നൂഡിൽസ് മാത്രം ഇട്ടിട്ട് ബാക്കി റബ്ബർ ബാൻഡ് കയറ്റി വെച്ചാൽ മതി. കാരണം നിനക്കവിടെ ഫ്രിഡ്ജൊന്നും ഇരിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നേരത്തെ വെച്ച് കയറ്റി വെച്ചാലും എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പം വെള്ളം മാത്രം വെച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ മതി നമ്മൾ ഉപ്പിടുന്നത്. ഓക്കെ, അത് ഈ നൂഡിൽസിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞും വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഊറ്റാവുന്ന സമയത്താണ് കുറച്ച് എണ്ണ ഇട്ടത്. കാരണം കൂടുതൽ നൂഡിൽസ് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഇടുന്നത്. ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഞാനേ ഒരബദ്ധം കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ ആദ്യം നൂഡിൽസ് വേവിക്കാൻ വെച്ചിട്ട് വേണമായിരുന്നു ബാക്കി വെജീസ് അറിയാനും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പക്ഷേ ഞാൻ നിനക്ക് വീഡിയോ എടുക്കുന്ന രീതി വെച്ചപ്പോൾ തെറ്റിപ്പോയതാ. സാറല്ല, നീ ഇനി എടുക്കുമ്പം സൂക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കണം. റെഡ് ചില്ലി സോസ്. ഞാൻ വേറൊരെണ്ണം മേടിച്ചത് നിസിൻ്റെ ഒരു സീസണിങ് പാക്കിലാണ്. സീസണിങ് ഓയിൽ ഇതൊന്നും ഇട്ടില്ലേലും അത് പിന്നെ കാര്യമൊന്നുമില്ല. അങ്ങനെ എടുക്കുന്നു. 2 പാക്കറ്റ്. എനിക്ക് വെള്ളം തിളയ്ക്കാനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പരിപാടി ചെയ്തു. ഇതറിയണ്ട ക്ലാസിക്കോ പൈകളൊക്കെ പോകും എന്ന് ഷോയിൽ ഞാനൊരു കെറ്റിനകത്ത് വെച്ചു. ഇപ്പോൾ ഈ വെള്ളം തിളച്ച നേരം അങ്ങോട്ട് ഇട്ടാൽ മതിയോ? ഏത് കണ്ടോ? എളുപ്പപ്പണിയായിട്ട്. ഉണ്ടോ? ഇങ്ങനെ കിടക്കണം. ഇതിപ്പം നമുക്കറിയാം, ഈ നൂഡിൽസ് കണ്ടോ ഇങ്ങനെ കിടക്കുന്ന സാധനമാണ്. ഇതിനി തിളച്ച് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ കൂലം കാണിക്കും. ഇത് കണ്ട് തിളച്ച് പൊങ്ങുന്നേ. ഓ ഷിറ്റ്, അതുപോലെ ഇത് തിളക്കണം ഒരു 5 മിനിറ്റിൽ മിനിമം. ഇപ്പം ഇത് വേഗം തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഓരോ പാക്കറ്റ് അനുസരിച്ച് അതിൻ്റെ വേവ് വ്യത്യാസം വന്നിരിക്കും. ചിലതിൻ്റെ പാക്കറ്റിൽ എഴുതി വെക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കാം. ഞാൻ കാണിച്ചു തരാവേ.
സി കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊണ്ടുപോയിരിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സമയത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, മുറിഞ്ഞ് വന്നുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ നോക്കാൻ വെന്തോ ഇല്ലയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തെന്ന്. ഇത് വെന്ത് ഏകദേശം തീരാറായല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറയാം, ഒരു ഇച്ചിരി മതി, ഒരു ടേബിൾ സ്പൂൺ പോലെ ഇച്ചിരി. ഈ ഒരു ഞാൻ അടപ്പേ എടുത്തിട്ടുള്ളൂ, ഇതിനാവശ്യമുള്ളൂ. ഒരടപ്പ് ഫുള്ള് പോലും ഇല്ല. ഇത്ര മാത്രം നമ്മൾ തന്നെ ലാസ്റ്റ് നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. ഓക്കെ, ഇത് ഞാൻ പാത്രം മാറ്റാം. ഈ പാനിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ പാത്രം മാറ്റി ഞാൻ ഈ പാത്രം വെച്ചു. എന്നിട്ട് കുറച്ച് നേരം ഞാനിവിടെ ഇങ്ങനെ വെക്കും. ഓക്കെ, അത് ഇനി എന്തെങ്കിലും ഒന്ന് വേഗട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് അതിനകത്തോട്ട് ഒന്ന് കറക്റ്റ് വെന്ത് കിട്ടി. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് വെന്തിരിക്കും. അപ്പോൾ അത് കറക്റ്റ് വെന്ത് വന്നെങ്കിൽ ഇത് കണ്ടിട്ട് ഈ വെള്ളം നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം അല്ലെങ്കിൽ കൂൾ വാട്ടർ ഒഴിച്ച് വെച്ചാലും മതി. പാൻ ചൂടായി കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചെന്ന് വെച്ചാൽ നമുക്ക് വലിയ സംഭവമാണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, വീഡിയോ എടുക്കുന്നത് സമ്മതിക്കണം കേട്ടോ. കുറച്ച് കൊടുക്കട്ടെ. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ചൂടാണ് ചെയ്യുന്നത് ആ ഫ്ലെയിം സെറ്റായിട്ട് വെക്കാം. പിന്നെ ഫ്ലെയിമിൽ പിടിക്കാൻ പാടുള്ളൂ. കൂടുതൽ ചൂടും ആവരുത്, എന്നാൽ ഏറ്റവും കുറവും ആവരുത്. ഇത് കുറച്ച് കൂടുതലല്ലേ, കുറച്ച് കുറയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഗാർലിക്. ഇതുണ്ട്. ഈവൻ ഇഫ് നിനക്ക് വേറെ ഇല്ലെങ്കിൽ തന്നെ, മനസ്സിലായോ, ഇപ്പോൾ നിനക്ക് വേറെ വെജീസൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഗാർലിക് ഉണ്ടെങ്കിൽ ഗാർലിക് വേണം, നല്ലതായിരിക്കും. എനിക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ മറന്നുപോയി. ആസ് യൂഷ്വൽ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും പകുതി കാര്യങ്ങളും തെറ്റായി പോകുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഇടാം. ഓക്കെ, ക്യാരറ്റ് ഇടുക. സോറി, ക്യാരറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ക്യാബേജും കൂടി ആഡ് ചെയ്യും. ഇതൊക്കെ വെജീസ് മുമ്പ് അതൊക്കെ സോട്ട് ചെയ്തോ, അതാണ് നല്ലത്. ഓക്കെ, സോ ലാസ്റ്റ് നമുക്കൊരു ഇത് കാണത്തില്ല. എന്നിട്ട് ഇത് കുറച്ചൊരു ഇതിനകത്തിരിക്കട്ടെ. കാരണം കുറച്ചൊന്ന് താന്ന് വരണം. എനിക്ക് എത്രയാണ് ഇഷ്ടം, എത്രയാണോ ആൾക്കാർക്ക് ഇഷ്ടം അതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് അതായത് ഒരു 2-3 മിനിറ്റ്. ഈ സമയത്ത് കുറച്ച് ഉപ്പിടുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ലാസ്റ്റ് നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കിടാം. സോ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതവിടെ വേഗട്ടെ. ആ സമയത്ത് അതിൽ എപ്പോഴാണ് ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ പാക്കറ്റ് ഐറ്റംസിലെ പൊടികൾ സാധനങ്ങളിൽ മാറ്റി വെക്കണം. സീസണിങ് ഉള്ളതായി ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പൊടി ഇട്ടു. ഓക്കെ, ചില്ലുള്ളി ഇടാനുള്ള സോസുകളും കാര്യങ്ങളും. കുറച്ച് സോയ സോസ് കുറച്ചുകൂടി പോയി അറിയില്ല, ചില്ലി സോസ്, സീസണിങ് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. മിക്സ് ചെയ്യാം. ഇത് എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യണമെന്നല്ലോ, നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ടാവുമല്ലോ, ആ ടൈമിൽ വേണം നമ്മൾ ആഡ് ചെയ്യാം. അതായത് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓക്കെ ആയി നമുക്ക് കഴിക്കാൻ ആ ഒരു വീഡിയോ ഉള്ള സമയത്ത് മാത്രമേ ആഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി ഒരു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. വെജിറ്റബിൾസ് ഏകദേശം സെറ്റായി എന്നിങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ മുട്ട ഓൾറെഡി ആഡ് ചെയ്തപ്പോൾ മാത്രം ഞാൻ ചെരിച്ച് വെക്കുന്നുണ്ട്. എനിക്കറിയില്ല, തീ ചെറുതായിട്ടൊന്ന് കുറച്ചൊക്കെ ഇത് ഞാൻ കാണിക്കാൻ വെച്ചാൽ പോകുന്നു. മുട്ട ദ്രവി അയച്ച് ഇടുന്നുണ്ട്, ബിക്കോസ് എനിക്കൊരു ഇച്ചിരി ഉപ്പ് വേണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സം പെപ്പർ. സ്മാഷ് ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സോസിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം. ക്ലീൻ നോക്കാം. ഞാൻ ഈ സോസ് ഇതാക്കിയിട്ട് അത് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഇതാക്കി കേട്ടോ മുമ്പ്. Finally, we are adding our noodles. എല്ലാം കൂടി നമുക്ക് ഒന്നും മിക്സ് ചെയ്യണ്ട.
ഫൈനലി ആഡിങ് ചിരി ഉണ്ടോ അത്ര ഉള്ളൂ. ആൻഡ് ടേൺ ഓഫ്. ടേൺ ഓഫ് ദി ലാസ്റ്റ്. സോ സോറി, എന്തോന്ന് കാണിക്കാത്തെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്ത് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റ് മീ ഷോ യു. ഓക്കെ, ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ടെസ്റ്റിംഗ്. കണ്ടോ, വെറും കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സാധനമാണ്. അമ്മേ കഴിച്ചു നോക്കൂ, കോടാലി വെച്ച് കഴിച്ചു നോക്കൂ മഹതി. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പറയും മകളെ? കഴിച്ചു നോക്കിയിട്ട് പറയും അമ്മേ. എന്നിട്ട് പറയുന്നു എന്തൊക്കെയോ അരിഞ്ഞ് കീറിയിട്ടുണ്ട്. ഉണ്ട്, കൂടുതലാണോ? വേറെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അല്ല ഉപ്പിക്കാന്നോ? കഴിക്കാലോ? കഴിക്കാം. കുറയ്ക്കണം. ആ, എന്നാൽ ഉപ്പ് കുറച്ച് മതി. താ, ഇന്നത്തെ വേണമെങ്കിൽ കുറച്ച് വേറെ ഏതെങ്കിലും നോൺ വെജ് ആഡ് ചെയ്ത് അതും കഴിക്കാം. ചിക്കനോ ബീഫോ. ചേച്ചിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സിമ്പിൾ അല്ലേ? കുറച്ച് സമയം എടുത്താൽ മതി. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്പെഷ്യലി ചേച്ചിക്ക് വേണ്ടിയാണ്. ആൻഡ് സോ ഞാൻ എൻജോയ് ചെയ്യാൻ പോകണം. ഓക്കെ ബൈ. ചേച്ചി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ അയക്കാം. ഓക്കെ.